പറയുന്നത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. താങ്കൾ എല്ലായ്പ്പോഴും താങ്കളുടെ ഇന്റർവ്യൂവിൽ താങ്കളുടെ വാദം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചോദിക്കുന്ന ഏതൊരു അവതാരകനോടും താങ്കൾ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ താങ്കൾ എല്ലാവരോടും ഇത് തന്നെ പറയുന്നത്, എന്നോട് മാത്രമല്ല. എനിക്കറിയാം, എനിക്ക് ഈ വിഷയം നിങ്ങളെക്കാളും അറിയുന്നതുകൊണ്ടാണ്. നിങ്ങളല്ലെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ അവിടെ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ ഇരുന്ന് കേട്ടാ മതി. ഇതാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം താങ്കൾ ഒരു ഹിറ്റ്ലോറിക് നയമാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ എടുക്കും. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ? അപ്പൊ ഈ പറയുന്ന എന്നതിനർത്ഥം താങ്കൾ തന്നെ പറയുന്നു എല്ലാവരും അടിമകളാണ്. ആ നയമാണോ താങ്കൾ എടുക്കുന്നത്? ഞാൻ നിങ്ങളെ അടിമയായിട്ട് തന്നെയാണ് കാണുന്നത്. സംശയമൊന്നും വേണ്ട. അല്ല, നിങ്ങൾക്ക് ഞാൻ അങ്ങനല്ല. നിങ്ങൾ അങ്ങനെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിക്കാൻ. ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു അവതാരിക അടിമയല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ ഗസ്റ്റ് തരേണ്ട ബഹുമാനം താങ്കൾ വളരെ മാന്യമായി നിങ്ങളെ വിളിച്ച് ചോദ്യം ചോദിച്ചോ? താങ്കൾ ഞങ്ങളുടെ ഗസ്റ്റാണ്. നിങ്ങൾ എന്റെ ഗസ്റ്റ്, നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കിരുന്ന് മിണ്ടണം. ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം ഞാൻ ഗസ്റ്റാണ്. മര്യാദയില്ലാതെ എന്നോട് ചോദിക്കാനോ കണിശമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ്? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ വഴി തെറ്റിക്കുന്നു, താങ്കൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ ചോദ്യം എന്തിനാ ചോദിച്ചേ? എനിക്ക് കൺഫ്യൂഷൻ, എനിക്ക് അറിയാനുള്ള ഉത്സാഹമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. പക്ഷെ താങ്കൾ ആ വഴി തെറ്റിച്ചു. അറിയാനായിട്ട് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം. ആ ബോധ്യമില്ലാത്ത ഒരാൾ ചോദ്യം ചോദിക്കരുത്.